കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആവശ്യമില്ലാതെ അടി കിട്ടുമല്ലോ. സൂക്ഷിക്കണമെന്നൊക്കെ എന്തിനാ പറയുന്നത്? ഇതെന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞാണോ അതോ എനിക്കുള്ള വാർണിംഗ് ആണോ? സംതിങ് ഈസ് റോങ്. അമ്മ വേണ്ടമ്മ, അമ്മ വേണ്ട, വേണ്ടമ്മ, പറയട്ടെ, പറയുന്നത് വേണ്ടെന്നല്ലേ പറഞ്ഞു. അർജുൻ ആദ്യമേ ഭവാനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അർജുന് ഭവാനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നിന്റെ മോൾ എന്റെ മോനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ ഭാര്യ അടിയുണ്ടാക്കി നല്ല കാര്യമാണ് ചെയ്തത്. നിന്റെ മോൾ എന്റെ മോനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ ഭാര്യ അടിയുണ്ടാക്കി നല്ല കാര്യമാണ് ചെയ്തത്. നിനക്ക് നിന്റെ മോളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം. അത്ര പെട്ടെന്നൊരു കല്യാണം കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മോനല്ലാതെ വേറെ ആരും ഇപ്പൊ ഇല്ലല്ലോ. കുറച്ചെങ്കിലും വന്ന് കഴിക്കച്ച. വേണ്ട, നിങ്ങളെല്ലാവരും കഴിച്ചോളൂ. കൃഷ്ണ, എന്തിനട കാര്യമില്ലാതെ ഇങ്ങനെ വിഷമിക്കുന്നേ? കല്യാണം അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. കല്യാണത്തിനൊരു വിധിയുണ്ട്. ഭവാനിയുടെ തലയെഴുത്തിൽ ആ ചെറുക്കന്റെ പേര് എഴുതിയിട്ടുണ്ടാവില്ല. തലയിലെടുത്തുകൊണ്ടൊന്നും നിന്നതല്ല അമ്മ ഈ കല്യാണം. എന്റെ സഹോദരിയുടെ കയ്യിലിരിപ്പുകൊണ്ട് സംഭവിച്ചു പോയതാ. വേഗം കല്യാണം നടത്തിയില്ലെങ്കിൽ അവളുടെ ജീവൻ അപകടത്തിലാവും. കല്യാണം നടത്താൻ തീരുമാനിച്ചപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയില്ലമ്മേ.
നിന്റെ മോളെ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതാണ് ഇതിനുള്ള ഒരേ ഒരു മാർഗം. കല്യാണത്തിന് സമയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ തന്നെ ഭവാനിയുടെ ചെറുക്കൻ അവളെ അന്വേഷിച്ചു വരും, അത് ഉറപ്പാ. അതിന്റെ ആവശ്യമില്ല മുത്തശ്ശി. ഭവാനിയെ കല്യാണം കഴിക്കാൻ നല്ലൊരു പയ്യൻ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. കൺമുന്നിൽ നിന്ന് നീ ആരെയാ പറഞ്ഞത്? ആ, നമ്മുടെ അർജുൻ നല്ല പയ്യനല്ലേ മുത്തശ്ശി? ഭവാനിയുടെ അച്ഛനെയും ഭവാനിയും രക്ഷിച്ചത് നമ്മുടെ അർജുൻ തന്നെയല്ലേ? അവൻ തീർച്ചയായിട്ടും നമ്മുടെ ഭവാനിയെ പൊന്നുപോലെ തന്നെ നോക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. സത്യമല്ലേ? നിനക്ക് തോന്നിയ കാര്യം ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ. നോക്കുമോനെ കൃഷ്ണ, ഭവാനി അർജുനും വളരെ നല്ല ജോഡികളാടാ. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? വേണ്ട, സമ്മതിക്കരുത് അളിയ, സമ്മതിക്കരുത്. ഇനി നിനക്ക് മനസ്സിലായില്ലേ? ഭവാനി നിന്റെ മോനെ അന്വേഷിക്കുന്ന ഓരോ സമയത്തും ആ പയ്യൻ ഭവാനിയെ സഹായിച്ചുകൊണ്ടിരുന്നു. എല്ലാ വിധത്തിലും അവൾക്ക് സഹായമായിരുന്നു. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് തീർപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ അവൻ കൂടെ നിന്ന്. ശരിയാ അച്ഛാ, അർജുൻ നല്ലൊരു പയ്യനാണ്. നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ആളാണ്. നല്ലൊരു പയ്യനെന്ന് മാത്രമല്ല, നല്ല അറിവുള്ള ആളും കൂടിയാണ്. അച്ഛന് അർജുനെ നന്നായിട്ട് അറിയാലോ. നേർച്ചയെടുക്കുന്ന കാര്യത്തിലായാലും വേറെ എന്ത് കാര്യത്തിലായാലും എല്ലാത്തിലും അവൾ ആ പയ്യനെ തന്നെയാണ് കൂട്ടുവിളിച്ചത്. അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഭവാനിക്കും ആ ചെറുക്കനെ ഇഷ്ടമാണെന്നല്ലേ അർത്ഥം? ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇനി എത്ര നല്ല പയ്യനെ അന്വേഷിച്ചാലും എന്റെ അഭിപ്രായത്തില് അർജുനേക്കാൾ നല്ലൊരു പയ്യനെ ഇനി കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ഈ ബന്ധം ഒന്ന് ആലോചിച്ചാലോ? ആ ഭവാനിയുടെ കയ്യിലുള്ള രഹസ്യത്തെ പറ്റി നമുക്കറിയണമെങ്കിൽ അവളുടെ അടുത്ത് പോയേ പറ്റൂ. അവളെ കാണണമെങ്കിൽ അവള് വീട്ടിൽ നിന്ന് പുറത്തു വരണം. അതിന് നിന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവാ. അവള് വീട്ടിൽ നിന്ന് പുറത്തു വന്നാ അപ്പൊ തന്നെ അവളെ കിഡ്നാപ്പ് ചെയ്ത് അവൾ അറിഞ്ഞ രഹസ്യം എന്താണെന്ന് അവളെ കൊണ്ട് തന്നെ പറയിക്കും. ആ വീട്ടില് ശ്രീചക്രമുണ്ട്. അതവിടെ ഉള്ളിടത്തോളം കാലം ഒരു ദുഷ്ടശക്തിക്കും ആ വീട്ടിലേക്ക് കയറാൻ കഴിയുകയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ?
എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉറപ്പായും അവള് വെളിയിൽ വരും, അല്ലാതെ എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ പോകുന്നില്ല. അവൾ എപ്പോ എന്ത് ചെയ്യും, എന്ത് കാര്യത്തിനാണ് അവള് വെളിയിറങ്ങാൻ പോകുന്നതെന്നും നമുക്കറിഞ്ഞാ അതുപോരെ. ഫോറിൻ ടൂർ എന്ന് പറഞ്ഞ് എന്റെ അനിയൻ നാഗപുരത്ത് കിടന്ന് കറങ്ങുക. ഇപ്പൊ അവൻ ഈ നാട്ടിൽ തന്നെയാ ഉള്ളത്. നീ പോലും അറിയാതെ നിന്റെ സഹോദരൻ എന്തിനാ ഈ നാട്ടിൽ വന്നത്? അതാ എനിക്കും അറിയാത്തത്. ഞാൻ അവളുടെ വീട്ടിലേക്ക് അയച്ച ഡ്രോണിനെ അവൻ അന്വേഷിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഒന്നുകിൽ ഭവാനിയുടെ ഫാമിലിയെ അവന് നന്നായി അറിയാമായിരിക്കണം, അല്ലെങ്കിൽ അവനെയും അവന്റെ ജോലിക്കാരെയും ആ വീട്ടുകാരെ ഉപയോഗിക്കുകയായിരിക്കും. നമുക്ക് ആ ഭവാനിയെ കിട്ടുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ആ വീടിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ, നമുക്കറിയാവുന്ന ഒരാൾ, അവൻ ആ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെന്താ പ്രശ്നം? അവൻ ഇങ്ങോട്ട് വരുത്ത്. അവൻ പക്ഷാഘാതം ബാധിച്ച് കൈയും കാലും തളർന്ന് വീട്ടിൽ തന്നെ കിടപ്പാ. അവനെ വിളിക്കാൻ കഴിയില്ല. ഞാൻ കാരണമാണ് അവനങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ കാരണം എങ്ങനെയാ അത് സംഭവിച്ചത്? ആ വീട്ടിലൊരു ശ്രീചക്രമുള്ളത് കൊണ്ട് ഞാൻ അയച്ച ദുഷ്ടശക്തി തിരികെ വന്ന് എന്നെ തന്നെ ബാധിച്ചു. എന്നെ അതിൽ നിന്ന് എനിക്ക് സംരക്ഷിക്കുന്നതിനായി എനിക്ക് വന്ന ബാധ ഞാൻ അവനിലേക്ക് ആവാഹിച്ചു. അതവന്റെ ദോഷമായി. നിങ്ങൾക്ക് വന്നത് അയാളിലേക്ക് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ അയാളുടെ ഉള്ളിലുള്ളതിനെ നിങ്ങൾക്ക് വേറൊരാളിലേക്ക് മാറ്റാൻ കഴിയില്ലേ? കഴിയും. നിനക്ക് തോന്നിയ കാര്യം എനിക്കെന്തുകൊണ്ട് തോന്നിയില്ല? നീ വിവരമുള്ളൊരു പെണ്ണാ കേട്ടോ. ശരിക്കും നീ വിവരമുള്ള പെണ്ണാ. നിങ്ങളുടെ മന്ത്രശക്തി ഉപയോഗിച്ച് അയാളെ സുഖമാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അയാൾ ഇങ്ങോട്ട് വരുത്ത്. ആ ശ്രീചക്രം അവിടെ ഉള്ളത് കൊണ്ട് എന്റെ ദുഷ്ടശക്തിക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞു? അയാൾ വെളി വന്നാ പിന്നെ മന്ത്രശക്തി ഫലിക്കുമല്ലോ. അവന് പുറത്ത് കടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നമുക്ക് അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഭവാനി അല്ലെങ്കിൽ അയാളെ വെളിയിൽ വരുത്താൻ കഴിയില്ലേ? ആ നാഗിനി അവിടെ താമസിക്കുന്നത് കൊണ്ട് നമ്മൾ വേഷം മാറി ചെന്നാലും അവള് കൃത്യമായി കണ്ടുപിടിക്കും. രാത്രി സമയത്ത് ആ നാഗിനി ക്ഷേത്രം സംരക്ഷിക്കുന്നതിനായി പോകും. ആ സമയത്ത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. ഉറപ്പായും നടക്കും. ഓക്കെ. ഭവാനിയെ കല്യാണം കഴിക്കാൻ നല്ലൊരു പയ്യൻ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമ്മുടെ അർജുൻ നല്ല പയ്യനല്ലേ മുത്തശ്ശി? എടാ കൃഷ്ണ, നമ്മുടെ ഭവാനിയുടെ ആ ചെറുക്കന്റെയും നല്ല പൊരുത്തമാടാ. നിന്റെ മകൾക്ക് അവളുടെ ആങ്ങളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളിൽ ആ പയ്യന ഭവാനിയുടെ കൂടെ നിന്ന് അവളെ എല്ലാത്തിനും സഹായിച്ചത്. ഭവാനി, 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 മോളെ ഭവാനി, ഭവാനി, എന്തു പറ്റി മോളെ? ഭവാനി, 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 ഇയാൾക്കൊന്നും സംഭവിക്കില്ല. ഭവാനി, 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 കണ്ണൂർക്ക് ഭവാനി. ഭവാനിക്ക് അഴുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഭവാനി നിന്റെ കാൽപാദങ്ങളിൽ അർപ്പിക്കും ഞാൻ.
എനിക്ക് സാറിനോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. സാറിന്റെ മോള് നല്ലൊരു കുട്ടിയാ. ഇനി സാർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഭവാനി ഇന്ന് മാത്രമല്ല, ഒരു കാലത്തോളം തെറ്റ് ചെയ്യില്ല സാർ. ഒട്ടും താമസിക്കാതെ ഭവാനിയുടെ കല്യാണം നടത്തി കൊടുക്കൂ. കല്യാണം നീണ്ടുപോകുന്നത് കൊണ്ടാണ് അവളുടെ മൃത്യുദോഷം അവളെ പിന്തുടരുന്നത്. സൂക്ഷിക്കണം. അർജുൻ, ആ സാർ. സാർ എന്തൊരു സാർ ഈ സമയത്ത് ഇവിടെ? നിന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ സാർ, വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. സാറെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇത് നിന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തി സംസാരിക്കേണ്ട കാര്യമല്ല. ഇത് ഞാൻ ഇങ്ങോട്ട് വന്ന് സംസാരിക്കേണ്ടതാ. പറഞ്ഞോളൂ സാർ, സാറിന് എന്താ സംസാരിക്കാനുള്ള? നിന്റെ നാടേതാ? ഇത്രയും നാൾ ചോദിക്കാതെ ഈ സമയത്ത് ഒന്ന് എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ആലോചിക്കുവാണോ? അങ്ങനെയൊന്നുമില്ല സാർ, എൻ്റെ വീട് എറണാകുളത്താ. നിനക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലും? ബ്രദേഴ്സ് ആരുമില്ല, ചേച്ചിയും ഞാനും മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാ. നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നേ? എൻ്റെ അച്ഛൻ ഒരു ബിസിനസ്മാനാണ് സാർ. അമ്മയോ? അമ്മ എന്തിനാ വീണ്ടും വന്നത്? നാവ് കൊണ്ട് പറയുന്നതെല്ലാം മനസ്സ് അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാർ എന്തിനാ ഇപ്പോൾ എൻ്റെ ഫാമിലിയെ പറ്റി അന്വേഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? നിനക്കിഷ്ടമാണെങ്കിൽ എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ സാർ? സാറെന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ മകളെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് അർജുൻ? സൗന്ദര്യവും എഡ്യൂക്കേഷനും സാമർഥ്യമുള്ള ഭവാനെ പറ്റി ഞാൻ എന്ത് പറയാനാ? ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ സാറിൻ്റെ ഈ നല്ല മനസ്സിന് ദൈവം മാറിഞ്ഞു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഭവാനി. ഇങ്ങനൊരു മകളെ കിട്ടിയതിൽ സാർ പുണ്യം ചെയ്യണം. എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? ഞാനിവിടെ വന്നതേ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയാ. ഞാൻ ഭവാനിയെ സ്നേഹിക്കുന്ന കാര്യം നിങ്ങളോട് പറയാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. ഇതിപ്പോൾ സാറ് തന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിരിക്കുക. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ സാർ? ഞാൻ ശരിക്കും സർപ്രൈസ്ഡാണ്. സന്തോഷം കൊണ്ട് വാക്ക് പോലും കിട്ടുന്നില്ല. എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ സാർ, എല്ലാവർക്കും കല്യാണം വരെ ഒരു ലൈഫായിരിക്കും. അത് കഴിഞ്ഞാൽ എല്ലാവരും പുതിയൊരു ലൈഫിലേക്ക് പോകുന്നത്. ഒരു കല്യാണം എന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരുടെ മനസ്സുകൾ തമ്മിലുള്ള ഇഷ്ടമാണ് സാർ. അതുകൊണ്ട് ഭവാനിയുടെ ഇഷ്ടം എന്താണെന്ന് ആദ്യമേ അറിയുന്നല്ലേ സാർ നല്ലത്?